നമസ്കാരം. ഞാൻ മങ്ങാട്ടെ രവീന്ദ്രബാബു ഭട്ടതിരിയുടെ മകനാണ്. എൻ്റെ ചേട്ടനാണ് ഇപ്പം പ്രാവശ്യം പോയിരുന്നത്, അനൂപ് നാരായണ ഭട്ടതിരി. എൻ്റെ പേര് സാഗർ. ഇപ്പം നമ്മുടെ ഐതിഹ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആറന്മുളയായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മൾ പണ്ട് കാട്ടൂരായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോഴാണ് നമ്മൾ കുറച്ച് നാൾ മുന്നെയാണ് നമ്മൾ ഒരു 150 വർഷം മുന്നേ എന്തായാലും നമ്മൾ കുമാരനല്ലൂരിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം അന്ന് തൊട്ടുള്ളതാണ് നമ്മൾ ഈ തിരുവോണത്തിന് നമ്മുടെ ഒരു തിരുവോണത്തോണിയിൽ നമ്മൾ എത്തുക എന്നുള്ളത്. നമ്മുടെ സാന്നിധ്യത്തിലാണ് അന്നത്തെ ദിവസത്തെ പൂജ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. തിരുവോണത്തിനന്ന് പറസാതി ഭഗവാന്റെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഐതിഹ്യത്തിൽ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഒന്നും അടുത്ത് കാലുവഴിച്ചൊക്കെ നടത്തിയിട്ടേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിലെ കാരണവർ അന്ന് ആഹാരം കഴിക്കുള്ളൂ. അപ്പം ഒരു പ്രാവശ്യം ഇതുപോലെ വന്നപ്പോഴേക്കും ആരും തന്നെ വരികയുണ്ടായില്ല. മുന്നേയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാലി വഴി വന്നോളൂ, ഊണ് കഴിക്കാം എന്നുള്ളതിലാണ് വന്നത്. അപ്പോൾ അദ്ദേഹം സന്തോഷത്തിലായി. അപ്പം നമ്മളും വളരെ സന്തോഷത്തിലായി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇത് കഴിഞ്ഞു. അപ്പം അന്നത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ വർഷവും വരുമെങ്കിൽ ഉപകാരമായിരുന്നു, വേറെ ആരെയും വിളിക്കണ്ട, എനിക്ക് താങ്കൾ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പം അത് നോക്കാം എന്നുള്ളൊരു അതെങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത്. അന്ന് രാത്രിയിൽ സ്വപ്നവാസിൽ പറഞ്ഞ് അന്ന് വന്നത് ഞാനാണ്, ഇനി മുതൽ എനിക്ക് വരാൻ സാധിക്കില്ല, എനിക്കുള്ളത് ആറന്മുളയിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും നമ്മൾ ചടങ്ങുകൾ നടന്നു പോകുന്നു. നമ്മൾ പണ്ട് കാട്ടൂരായിരുന്നു ആവശ്യം. അപ്പം അന്ന് കാട്ടൂരിൽ നിന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് കുമാരനല്ലൂർക്ക് മാറിയപ്പോഴേക്കും കുമാരനല്ലൂരിൽ നിന്നും വള്ളത്തിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോഴും നമ്മുടെ ചുരുളൻ വള്ളത്തിൽ ആണ് നമ്മൾ ഈ ഇതിനായിട്ട് പോകുന്നത്. അപ്പം ഇവിടെ ഇന്ന് രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുമാരനല്ലൂരിൽ തൊഴുക, അവിടെ ദേവിക്ക് പ്രസാദം പാൽപ്പായസവും ശതശതവും ബാക്കി പൂജക്കുള്ള ഇതുമെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇല്ലത്ത് വരും. ഇല്ലത്ത് വന്നിട്ട് ഇല്ലത്തെ പൂജ ഉണ്ടാവും. ഇല്ലത്തെ പൂജയും കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. ഇവിടുന്ന് നേരെ പോകുന്നത് നമുക്ക് 3-6 കടന്ന് വേണം പോകാനായിട്ട്. 3-6 കായലും കഴിഞ്ഞ് വേണം പോകാനായിട്ട് ഈ ആറന്മുളയിലേക്ക് എത്താൻ. എൻ്റെ അച്ഛൻ ആയിരുന്നു പോകേണ്ടത്. അപ്പം കഴിഞ്ഞ വർഷം അച്ഛന് വയ്യാണ്ടായിരുന്നപ്പോഴത്തൊട്ട് ചേട്ടനാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ വർഷം അച്ഛൻ മരണമുണ്ടായി. അപ്പം ഇപ്പം ചേട്ടനിപ്പം അത് നടത്തി വരുന്നു. അപ്പം എല്ലാ വർഷവും ഇതിങ്ങനെ തന്നെ ഞങ്ങൾ ചടങ്ങ് ഇതുപോലെ തന്നെ പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് നമ്മുടെ കൂടെ കുമാരൽ ഭഗവതിയും തിരുവാറന്മുളയപ്പനും കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.